മോർണിംഗ് വോയിസ് എന്ന അനുഗ്രഹീത പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവനാമമഹത്വത്തിനായി ഒരു ഗാനം നമുക്കിപ്പോൾ ശ്രവിക്കാം. എൻ്റെ ദൈവമായ കർത്താവേ, തിരുനാമം വാഴ്ത്തിടും. എൻ്റെ ദൈവമായ കർത്താവേ, തിരുനാമം വാഴ്ത്തിടും. നിൻ മഹിമഗോചരമേ, നിൻ ക്രിയകളും അദ്ഭുതമേ. നിൻ മഹിമഗോചരമേ, നിൻ ക്രിയകളും അദ്ഭുതമേ. നിൻ കൃപകളെ ധ്യാനിച്ചിടും, നിൻ മഹിമയെ വർണ്ണിച്ചിടും. നിന്റെ നീതിയെ ഘോഷിച്ചിടും, നിന്റെ നന്മയെ ഓർമ്മിച്ചിടും. നിന്റെ നീതിയെ ഘോഷിച്ചിടും, നിന്റെ നന്മയെ ഓർമ്മിച്ചിടും. ഇന്ന് വചനത്തിൽ നിന്ന് നമ്മോട് സംസാരിക്കുന്നത് കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ വിനോദ് തോമസ് കോട്ടയം. പ്രാർത്ഥനയോടെ ധ്യാന ചിന്തകൾ നമുക്ക് ശ്രമിക്കാം. ദൈവനാമത്തിന് മഹത്വം. മോർണിംഗ് വോയിസിലൂടെ ഈ പ്രഭാതത്തിൽ ദൈവവചനം ശ്രവിക്കുന്ന എല്ലാ ബഹുമാന്യ സ്നേഹിതർക്കും സൗരന്മാർക്കും സ്നേഹവന്ദനം. 1 പത്രോസ് അതിന് 2-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിക്കുന്നു, ശ്രദ്ധിക്കുക. ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല എന്ന് തിരുവെഴുത്തിൽ കാണുന്നുവല്ലോ. അപ്പോസ്തലനായ പത്രോസ് തിരുവെഴുത്ത്, പഴയ നിയമ തിരുവെഴുത്ത് ഉദ്ധരിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയെ, യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ, യേശു കർത്താവിൽ വിശ്വസിക്കുന്ന മൂലമുള്ളതായ ആ അനുഗ്രഹത്തെക്കുറിച്ച് പറയുകയാണ്. യെശയ്യാപ്രവചനം 28-ാം അധ്യായത്തിൽ 16-ാം വാക്യത്തിൽ ഈ കാര്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ യേശുക്രിസ്തുവിനെ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ലായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ആ കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ആ കല്ല് അവിടെ ഇട്ടിരിക്കുകയാണ്. ആ കല്ല് ആരാണെന്ന് ഇവിടെ പത്രോസ് പറയുകയാണത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ പ്രവചനത്തിൻ്റെ പൂർത്തീകരണം കർത്താവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, സങ്കീർത്തനങ്ങൾ 118-22 സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, അവിടെ ഒരു കല്ലിനെ കുറിച്ച് പറയുകയാണ്. ആ കല്ല് കർത്താവായ യേശുക്രിസ്തുവാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് തന്നെ അത് മത്തായി 21-41-42 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. വീട് പണിയുന്നവരായ ഇസ്രായേൽ ജനം തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു എന്ന്. ഈ കല്ലിന്റെ പ്രത്യേകതകൾ: 1, ഇത് ശ്രേഷ്ഠമായ കല്ലാണ്. 2, ഇത് മാന്യമായ കല്ലാണ്. 3, അത് മൂലക്കല്ലാണ്. 4, അത് സിയോനിൽ ഇട്ടിരിക്കുന്ന കല്ലാണ്. 5, അവനിൽ വിശ്വസിക്കുന്നവൻ ഒരിടത്തും ലജ്ജിച്ചു പോകുകയില്ല, ലജ്ജിപ്പിക്കാത്ത കല്ലാണ്. തിരുവെഴുത്തനുസരിച്ചുള്ള കല്ലാണ്. ഇവിടെ ശ്രേഷ്ഠം എന്നുള്ളതിന് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവൻ എന്നാണ്. നമ്മുടെ കല്ലായി ദൈവം തൻ്റെ പുത്രനെ തിരഞ്ഞെടുത്ത് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുകയാണ്. മാത്രമല്ല, മാന്യമായ കല്ലാണ് എന്ന് പറയുമ്പോൾ അത് വിലയേറിയ കല്ലാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവസത്തിൽ ഏറ്റവും ശ്രേഷ്ഠനാണ് കർത്താവ്, ഏറ്റവും വിലയേറിയവനാണ് എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല, ഇത് മൂലക്കല്ലാണ്. മൂലക്കല്ല് എന്ന് പറയുമ്പോൾ ഒരു കെട്ടിടത്തെ ഒരുമിച്ച് നിർത്തുന്നത് ആ മൂലക്കല്ലാണ്. മാത്രമല്ല, ഇതിന് മറ്റൊരാശയമുണ്ട്. അടിസ്ഥാന കല്ലാണ്. അതുപോലെ തന്നെ കെട്ടിടത്തിൻ്റെ ഏറ്റവും മുകളിൽ, ഏറ്റവും ഉയർന്ന നിലയിൽ, ആ ഗോപുരത്തിൻ്റെ ഏറ്റവും ഉയർന്ന, ഏറ്റവും അഗ്രത്തിലുള്ള ആ കല്ലുകളെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഏറ്റവും ഉന്നതമായ കല്ല് എന്നുള്ള അർത്ഥത്തിലുണ്ട്. നമുക്കറിയാം, കർത്താവ് ആണ് ഇട്ടിരിക്കുന്ന കല്ല്. അവിടുത്തെ വചനം
അനുസരിക്കുമ്പോൾ നാം ആ കല്ലിനോട് ചേർന്ന് പണിയപ്പെടുകയാണ്. കർത്താവ് മത്തായി 7 പറയുന്നുണ്ടല്ലോ, എൻ്റെ വചനം കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാണ്. അപ്പോൾ ദൈവത്തെ കേട്ടനുസരിക്കുമ്പോൾ നാം ഈ കല്ലിൻ്റെ മേലാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. മാത്രമല്ല യെശയ്യാ പറയുന്നുണ്ട്, യഹോവയായ യാഹ് നമുക്കൊരു ശാശ്വതമായ പാറയുള്ളതുകൊണ്ട് അവനിൽ ആശ്രയിപ്പീൻ. യഹോവയായ കർത്താവാണ് നമ്മുടെ ആശ്രയം. അവിടുന്ന് ശാശ്വതമായ പാറയാണ്, നീങ്ങിപ്പോകാത്ത പാറയാണ്, നമ്മെ അന്ത്യം വരെ നിലനിർത്തുന്ന പാറയാണ്. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയിക്കുന്നുകൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു എന്ന് നാം യെശയ്യാ 26 വായിക്കുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി ഒരു കല്ല്, ആ കല്ല് നമുക്ക് വേണ്ടി മൂലക്കല്ലായിട്ട് തീർന്നിരിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ടല്ലോ, അപ്പോസ്തലന്മാരും യേശുക്രിസ്തു തന്നെ മൂലക്കല്ലായിരിക്കെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിയപ്പെടുന്നു. കർത്താവാണ് സഭയിൽ ഇവിടെ മൂലക്കല്ല്. പൗലോസ് പിന്നെയും 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമില്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്ക് കഴിയുന്നതല്ല. സഭയുടെ അടിസ്ഥാനം, സഭയെ ഒരുമിച്ച് നിർത്തുന്നത് കർത്താവാണ്. യഹൂദന്മാരെയും യവനന്മാരെയും ഒരുമിച്ച് നിർത്തി സഭ ഏക ശരീരമാക്കി സഭയായ ആ സൗധത്തിന്റെ മൂലക്കല്ലാണ് കർത്താവ്. നമുക്കറിയാം, മൂലക്കല്ല് കാണാൻ കഴിയത്തില്ല. എന്നാൽ ശക്തമായൊരു കെട്ടിടം നിലനിൽക്കുമ്പോൾ നമുക്കറിയാം അതിലെല്ലാം ഒരുമിച്ച് നിർത്തുന്ന ഒരു മൂലക്കല്ലുണ്ട്. പ്രിയപ്പെട്ടവരെ, നാം ഒരുമിച്ച് ഐക്യത്തോടും സ്നേഹത്തോടും കൂട്ടായ്മയോടും കൂടെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ മൂലക്കല്ലായ കർത്താവിനെ ലോകത്തിന് അറിയുവാനായിട്ട് കഴിയും. കർത്താവ് ജീവിക്കുന്നതുകൊണ്ട് നമ്മളും ജീവിക്കുന്നു. അവിടെ നിന്ന് ഉയർത്തുന്നിട്ട് നമ്മുടെ മൂലക്കല്ലായി, അടിസ്ഥാനക്കല്ലായി നമ്മെ അന്ത്യത്തോളം നിലനിർത്തുവാൻ കഴിവുള്ളവനാണ്. മാത്രമല്ല, ഈ മൂലക്കല്ല് ഏറ്റവും ഉന്നതമായ ക്യാപ് സ്റ്റോൺ ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഉന്നതത്തിൽ മഹത്വവാനായി നിൽക്കുന്നവനാണ്. ക്യാപ് സ്റ്റോൺ എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിൽ നിൽക്കുന്നതാണ്. അങ്ങനെയുള്ള ആ കല്ലിന്റെ അടുക്കൽ വന്നിട്ട് ആ കല്ലിൽ വിശ്വസിക്കുമ്പോൾ, ഈ ലോകത്തിലെ കല്ലിലും മണ്ണിലും ഒക്കെ വിശ്വസിക്കുന്നവർ ലജ്ജിച്ചു പോകുമ്പോൾ ഈ മൂലക്കല്ല് സിയോനിൽ ഇടുന്നു. സിയോൻ എന്നുള്ളത് ഒരു സ്വർഗീയമായ ചിത്രമാണ് നമുക്ക് തരുന്നത്. പുതിയ ദൈവസഭയുടെ ഒരു ചിത്രമാണ് നമുക്ക് തരുന്നത്. പഴയ നിയമത്തോട് ബന്ധപ്പെട്ട്, ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അത് സീനായ് മലയാണെങ്കിൽ, പുതിയ നിയമ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അത് സിയോൻ മലയാണ്, അഥവാ കർത്താവിന്റെ സാന്നിധ്യമുള്ള സ്ഥലമാണ്. സിയോനിലേക്ക് നമ്മെ നടത്തുന്ന ഒരു കർത്താവ് ആ സിയോനിൽ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ പുതിയ നിയമസഭയുടെ അടിസ്ഥാനമായ കർത്താവ്, അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന ആ കല്ലിന്മേൽ വെച്ചപ്പെട്ട കല്ലുകൾ, അടിസ്ഥാന കല്ലുകൾ, അതോട് ചേർന്ന് ഇന്നും കെട്ടിടം പണിതുകൊണ്ടിരിക്കുകയാണ്. ഗോത്രത്തിൽ നിന്ന്, ഭാഷയിൽ നിന്ന്, വംശത്തിൽ, ജാതിയിൽ നിന്ന് രക്ഷിക്കപ്പെടുന്ന എല്ലാവരും ഈ കല്ലിനോട് ചേർന്ന് വരികയാണ്. അങ്ങനെ ആ കല്ല് മഹത്വത്തിന്റെ കല്ലാണ്. അത് ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന കല്ലാണ്, ക്യാപ് സ്റ്റോൺ ആണ്. അതിനെ ഉയർത്തുവാൻ, ആ കല്ലിനെ ഏറ്റവും മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ഇവിടെ അടുത്തായിട്ട് പറയുന്നത്, അവനിൽ വിശ്വസിക്കുന്നവൻ ലജ്ജിച്ചു പോകുകയില്ല. കാരണം എന്താണ്? നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവാണ്. 34-ാം സംഖ്യയിൽ നമ്മൾ വായിക്കുന്നു, അവനിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോകുകയില്ല. മാത്രമല്ല, ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ലജ്ജ ഉണ്ടാകത്തില്ല. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ യെശയ്യാ പ്രവാചകൻ ആ കാര്യത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: ഈ കർത്താവിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിച്ചു പോകത്തില്ല. അതിന് കാരണമുണ്ട്. ഈ യെശയ്യാ 45:17 ഇങ്ങനെ വായിക്കുന്നു: ഇസ്രായേലോ യഹോവയാൽ നിത്യരക്ഷയാൽ രക്ഷിക്കപ്പെടും, നിങ്ങൾ ഒരു നാളും ലജ്ജിക്കുകയില്ല, അമ്പരന്ന് പോകുകയുമില്ല. നിത്യരക്ഷയാൽ അവൻ നമ്മെ രക്ഷിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരിക്കലും അമ്പരന്ന് പോകത്തില്ല, ലജ്ജിച്ചു പോകത്തില്ല. മാത്രമല്ല 5-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം അവിടെ വരുമ്പോൾ പറയുന്നുണ്ട്, യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും, അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകുകയില്ല, അതുകൊണ്ട് എന്നെ തീക്കല്ല് പോക്കിലാക്കിയിരിക്കുന്നില്ല, ലജ്ജിച്ചു പോകുകയില്ല. ദൈവത്തിന്റെ സഹായം നമുക്കുള്ളത് കൊണ്ട് നമുക്ക് അമ്പരന്ന് പോകാൻ ആവശ്യമില്ല. അവിടുത്തെ സഹായം കൊണ്ട് നമുക്ക് ലജ്ജിച്ചു പോകാതെ ജീവിക്കാനായിട്ട് സാധിക്കും. മാത്രമല്ല, പിന്നെ 54-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നുണ്ട്,
യഹോവയായ കർത്താവ് അവിടുന്ന് നമ്മുടെ സഹായകനായിരിക്കുന്നതുകൊണ്ട് നമ്മൾ ലജ്ജിച്ചു പോകത്തില്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മളെ ലജ്ജിപ്പിക്കാത്ത ഒരു കർത്താവ്, അവിടെ ദൈവം പറയുകയാണ്, ഭയപ്പെടേണ്ട, നീ ലജ്ജിച്ചു പോകയില്ല, ഭ്രമിച്ചു നോക്കേണ്ട, നീ നാണിച്ചു പോകയില്ല, നിന്റെ യൗവനത്തിലെ ലജ്ജ നീക്കും, നിന്റെ വഴി നിന്ന് നീക്കും. നിന്റെ സൃഷ്ടാവാകുന്നു നിന്റെ ഭർത്താവ്, സൈന്യങ്ങളുടെ യഹോവ എന്നാകുന്നു അവന്റെ നാമം. അതെ, അങ്ങനെയുള്ള അവന്റെ നാമം ഇസ്രായേലിന്റെ പരിശുദ്ധനാകുന്നു നിന്റെ വീണ്ടെടുപ്പുകാരൻ. അങ്ങനെയുള്ള ഒരു കർത്താവ് നമുക്കുള്ളത് കൊണ്ട് ലജ്ജിക്കാതെ നമുക്ക് അവരിൽ ആശ്രയിച്ച് വിശ്വസിച്ച് അവനെ പിന്തുടരാം. ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതുവരെ ഞങ്ങളെ ശ്രദ്ധിച്ച എല്ലാവർക്കും വീണ്ടും വരുന്ന കർത്താവിൻ്റെ വിശുദ്ധമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.